ചക്കയൊക്കെ നല്ല വൃത്തിയാക്കി കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ നമ്മൾ എടുക്കണം. അത് നമുക്ക് ഏത് വലുപ്പത്തിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കുക്കർ നിറച്ചുണ്ട്. അത് 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് നിറച്ചുള്ളത്. ഇതേപോലെ 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇത് ഇതേപോലെ ഒരു വലിയ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 2 ഗ്ലാസ് കൊള്ളുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. ഞാൻ കുറച്ച് ഇതിൽ ഒഴിച്ച് പോയിട്ടുണ്ട്, അതാണ് ബാക്കി കുറച്ച് കാണിക്കുന്നത്. എന്നിട്ട് അത് ഒരു ഗ്ലാസ് നിറച്ചു നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് അമർന്ന് കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒറ്റൊരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് പാകത്തിന് തന്നെ വെന്ത് കിട്ടും. ഇത് ഓവർ വെന്ത് വേവണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാത്രത്തിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് കുക്കറിലാകുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്കൊരു വറവ് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 സ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് പച്ചമുളക് 3 എണ്ണവും പിന്നെ കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് 3 എണ്ണം എടുത്തിട്ട് പിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് വാട്ടിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഈ വറവ് നമുക്ക് ചക്കയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചക്ക ഈ ഉപ്പേരി, തോരൻ, പുഴുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അത് നന്നായി റെഡിയായി കിട്ടും. നമുക്കിതിൽ തേങ്ങ ഒതുക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കഴിക്കാൻ പറ്റുകയും ചെയ്യും. ഇതേപോലെ നല്ല